അഡ്വക്കേറ്റ് അനിൽ വിളൈ, നോക്കൂ, ഈ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ച 6 ആഴ്ച സമയപരിധി നാളെ അവസാനിക്കുകയാണ്. അതായത് ഇന്നിപ്പോൾ ഈ പത്മകുമാറിനെ വീണ്ടും നാളെ വൈകിട്ട് 5 മണിവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾക്ക് അരികെ എത്തി നിൽപ്പാണ് പത്മകുമാർ എന്നതും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞതാണത്. അതായത് സർക്കാരിന് ലഭിച്ച പോറ്റിയുടെ അപേക്ഷയാണ് പിന്നീട് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് എത്തിയതെന്നും ആ പറഞ്ഞ പത്മകുമാർ തന്നെ അത് പാളികൾ കൈമാറുന്നതിന് ആയിട്ട് രേഖകളിൽ തിരുത്തൽ വരുത്തിയെന്നുമാണ്. അതായത് ഇന്നൊരു ദിവസം നാളെ വൈകുന്നേരം 5 മണിവരെ ഈ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപത്തെ പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ നിർണായകമാകും എന്നുറപ്പാണ്. പക്ഷേ ആ മൊഴികൾ പുറത്തു വരുമോ? തെരഞ്ഞെടുപ്പാണല്ലോ. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പത്മകുമാറിന് അപ്പുറത്തേക്കൊരു പേരുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പങ്കെടുത്ത പത്തനംതിട്ട ജില്ലയിലെ CPM-ന്റെ യോഗം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ എത്രമാത്രം നിഷ്ഠൂരമായിട്ടാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. ഇത്ര വലിയ ഒരു കൊടിയ പാതകം ചെയ്ത കേസിലെ പ്രതിയാണ് ശ്രീ പത്മകുമാർ. അദ്ദേഹം ഈ കേസിൽ പ്രതിയാണെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള മോഷണവും കൊള്ളയും നടന്നിട്ടുണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാവാത്ത ഏക വ്യക്തി MV ഗോവിന്ദനും അവരുടെ പാർട്ടിക്കാരും മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്നലെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ഒരു തേങ്ങാമോഷണ കേസ് പ്രതിയായാൽ തന്നെ ഉടനെ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്രമാത്രം അധപ്പതിച്ചു എന്നുള്ള തെളിവാണ് ഇന്നലത്തെ പത്തനംതിട്ടയിലെ CPM-ന്റെ യോഗം എന്ന് പറയുന്നത്. ഈ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ പത്മകുമാറിനെ യാതൊരു വിധമായ കുറ്റം പറയാതെ ഉള്ള ഒരു തീരുമാനമാണ് ഇന്നലത്തെ യോഗത്തിൽ എടുത്തത്. അദ്ദേഹം ഇപ്പോൾ ഒരു ആരോപിതൻ മാത്രമാണല്ലോ. അദ്ദേഹത്തിനെ ശിക്ഷിക്കട്ടെ. ഇനി എത്ര വർഷം കഴിയണം? കോടതി നടപടികളിൽ കൂടി അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യണമെങ്കിൽ എത്രയോ വർഷക്കാലം എടുക്കും. അതൊന്നുമല്ല, CPM-നെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് മലയാളത്തിലൊരു ചൊല്ലുള്ളത് പോലെ തന്നെ ശ്രീ പത്മകുമാറിനെതിരെ ഏതെങ്കിലും നടപടി എടുത്തു എന്ന് അദ്ദേഹത്തിന് ജയിലിൽ അറിവ് കിട്ടിയാൽ അദ്ദേഹം കുടത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭൂതം കണക്കെ പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ പറയുമെന്ന് CPM നേതൃത്വത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അത് തന്നെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പാർട്ടി അച്ചടക്ക ലംഘനത്തിന് പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതിന്റെ പ്രധാന കാരണവും അതാണ്. ശ്രീ പത്മകുമാർ നേരത്തെ തന്നെ ചില സൂചനകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഞാൻ ദൈവതുല്യരായി കരുതുന്ന പല വ്യക്തികളും ഈ കേസിലുണ്ട്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്, എല്ലാവരും കൂടി എന്റെ നെഞ്ചത്തോട്ട് കയറണ്ട, പലരുടെയും നെഞ്ചത്ത് കയറാൻ ഇടയാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വലിയ വാർത്താ പ്രാധാന്യം ആ സെന്റൻസിന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അതൊക്കെ കൃത്യമായ സന്ദേശമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു തന്ത്രിയാണ് ഈ പത്മകുമാർ. അദ്ദേഹം മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ വാ പിളർന്നാൽ, ഞാൻ ഏതെങ്കിലും സൂചന നൽകിയാൽ ഈ കാരണഭൂതന്മാരായിട്ടുള്ള വ്യക്തികളും ദൈവതുല്യരായിട്ടുള്ള വ്യക്തികളും ഒക്കെ ഈ കേസിലേക്ക് വരും. അതുകൊണ്ട് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഒരുപക്ഷെ ആ ആത്മവിശ്വാസമാകാം. ഈ ഏതൊരു ദൃശ്യമെടുത്താലും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്നത്, കോടതിയിൽ ഹാജരാക്കുന്നത്, അങ്ങനെ ഏതു ദൃശ്യമെടുത്താലും പത്മകുമാറിന്റെ മുഖത്ത് ചിരിയാണ്, വലിയ ആത്മവിശ്വാസമാണ്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. തന്നെയാണ് അത്രമാത്രം ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ ഉണ്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ മുകളിലോട്ടുള്ള ഘടകങ്ങളിലെ നമുക്കറിയാം, ദേവസ്വം മന്ത്രിയായിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രി തുടങ്ങിയ വ്യക്തികളിലേക്ക് ഇതിന്റെ അന്വേഷണം കൊണ്ടെത്തിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളും തെളിവുകളും എന്റെ കൈവശം ഉണ്ടടാ മക്കളെ എന്നുള്ള ഒരു ആഹ്ലാദം കൊണ്ടാണ് ഈ പത്മകുമാർ ഈ ചിരിക്കുന്നത്. അത് കൊലച്ചിരി ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് നീയൊക്കെ ഇങ്ങ് വന്നേക്ക്, എനിക്കെതിരെ പണി തന്നാൽ അതിനപ്പുറത്തെ പണി തരാനുള്ള കഴിവും പ്രാപ്തിയും തെളിവുകളും എന്റെ കയ്യിലുണ്ട് എന്നുള്ളതിന്റെ സൂചനയും ആത്മവിശ്വാസവുമാണ് ശ്രീ പത്മകുമാറിന്റെ ബോഡി ലാംഗ്വേജുകളിൽ കൂടി പ്രതിഫലിക്കുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ, സാധാരണ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കും, ഈ കേസിനകത്ത് അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്ന ഒരു സൂര്യനും ആ സൂര്യനെ ചുറ്റുന്ന തന്ത്രി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന് പറയുന്ന ഗ്രഹങ്ങളും അവരെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ കേസിനകത്തെ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്നതൊക്കെ തന്നെ ചെറിയ ചെറിയ ഉപഗ്രഹങ്ങളും ചില ഗ്രഹങ്ങളും മാത്രമാണ്. ഇനിയും വലിയ ഗ്രഹങ്ങളൊക്കെ ഈ കേസിനകത്തേക്ക് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പക്ഷെ ഒരു കാര്യമുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതിനകത്ത് അന്വേഷണത്തിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രീ കൃഷ്ണരാജ് ഒരു കേസിൽ പ്രതിയായി എന്ന് കരുതുക. കൃഷ്ണരാജിന് അറിയാം കുറെ കാലം കഴിയുമ്പോൾ ഇതിന്റെ അന്വേഷണ ഭാഗമായിട്ട് എന്നെ അടുത്ത ആഴ്ചയോ അല്ലെ 5-6 ദിവസം കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കൃഷ്ണരാജിന് അറിയുകയാണെങ്കിൽ മിടുക്കനായ കൃഷ്ണരാജ് എന്താണ് ചെയ്യുന്നത്? താങ്കൾക്കെതിരെ ഭാവിയിൽ ഉപയോഗിക്കാവുന്ന എല്ലാ തെളിവുകളും അദ്ദേഹം താങ്കൾ കത്തിച്ചു കളയും, അല്ലെങ്കിൽ കുഴിച്ചു മൂടും, അല്ലെങ്കിൽ വെള്ളത്തിലൊഴുക്കും, അല്ലെങ്കിൽ അത് കീറിക്കളയും. ഇപ്രകാരമുള്ള നടപടികൾ ഏത് വ്യക്തിയും ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവരെ ക്ഷണിച്ചു വരുത്തുകയാണ്. വെർച്വൽ ക്യൂവിൽ കള്ളന്മാർ നിൽക്കുകയാണല്ലോ, ഞങ്ങൾ വരുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങളെല്ലാം തെളിവുകൾ നശിപ്പിച്ചോളൂ എന്ന രീതിയിലാണ് ഓരോ വീടുകളിലും അന്വേഷണം നടത്തിയത്. ഈ കേസിലെ 6-7 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും 3 പ്രതികളുടെ വീടുകളിൽ മാത്രമാണ് ഇതുവരെ റെയ്ഡ് നടന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒന്ന് മുരാരി ശംഭു, ഒന്ന് പത്മകുമാർ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ തെളിവ് അറസ്റ്റ് ചെയ്യാൻ റെയ്ഡ് നടത്താനൊക്കെ വലിയ കാലതാമസം ഉണ്ടായി. അതിനു മുമ്പ് അദ്ദേഹത്തിനെ ഈ നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തിരുത്തി പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്തൊക്കെയാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റി എൻട്രൻസ് കോച്ചിങ്, ട്യൂഷൻ ക്ലാസും നടത്തിയതിനു ശേഷം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തത്. ഈ ആരോപണം വന്നപ്പോൾ തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികളെല്ലാം കൂടി ഒന്നിച്ചു കൂടിയിട്ട് ഇത് ഭാവിയിൽ ഇതിനകത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളും തെളിവുകളും ഉണ്ടാക്കിയിട്ടുണ്ട്, തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ധാരാളം സമയം ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, ഹൈക്കോടതി ചുമതലപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇവരൊക്കെ അങ്ങ് നല്ല പിള്ളമാരാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്. ഇവർ പോലീസ് ഉദ്യോഗസ്ഥരാണ്, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. ഈ കേസ് 2-3 മാസം കൊണ്ട് ചിലപ്പോൾ അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തെന്നിരിക്കാം. അതിനുശേഷം ഇവർക്ക് സർവീസിലേക്ക് വരേണ്ടതാണ്. വൈരനിര്യാതന ബുദ്ധിയുള്ള ഒരൊറ്റ വ്യക്തിയാണ് കേരളം എന്ന് ഭരിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് പിണറായി വിജയൻ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിന്നതിന്റെ നന്ദിയോ ഒന്നും അദ്ദേഹം കാണിക്കണമെന്നില്ല. അദ്ദേഹം വെട്ടിനിർത്താൻ തീരുമാനിച്ചാൽ ഇവരൊന്നും തല ഉയർത്തി പിടിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തിൽ തുടരത്തില്ല. ശ്രീ വെങ്കടേഷ് ആയിക്കൊള്ളട്ടെ, ശശിധരൻ ആയിക്കൊള്ളട്ടെ, ഇവരുടെയൊക്കെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്, അതിനകത്ത് ഒപ്പിടേണ്ടത്, ചെയ്യേണ്ടത് ആരാണ്? IPS ഓഫീസർ ആകുമ്പോൾ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയുമാണ്. അവരുടെ മുമ്പിൽ DGP ആകണമെന്ന് ആഗ്രഹമുള്ള വെങ്കടേഷ് ഒരിക്കലും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല. നിയമപ്രകാരം അല്ലാതെ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അത് തന്നെയാണല്ലോ വെങ്കടേഷ്. അതായത് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളതാണ് വലിയൊരു ആശ്വാസം അല്ലേ? അല്ല, ഹൈക്കോടതിയുടെ ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് കൃഷ്ണരാജ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം ശബരിമലയിലത്തെ പ്രശ്നങ്ങളിൽ ആദ്യമായിട്ട് ഹൈക്കോടതിയാണല്ലോ ഇടപെട്ടത്. കാരണം ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് താൻ അറിഞ്ഞില്ല എന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടത്. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞെന്താണ്, അവിടെ ഒരു കണക്കില്ല, കാര്യങ്ങളില്ല, ഒന്നും കൃത്യതയില്ല എന്നവർ പറഞ്ഞു. അതിനുശേഷമാണ് ഇതേ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം എന്നോട്ട് 1999 തൊട്ടുള്ള സമഗ്ര അന്വേഷണത്തിനാണ് കോടതി ഉത്തരവിട്ടത്. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട ശേഷം പിന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങളല്ലേ പുറത്തു വന്നത്. അതായത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണവാതിൽ, ശബരിമല ശാസ്താവിൻ്റെ ദ്വാരപാലകരുടെ സ്വർണ്ണ കവചങ്ങൾ, ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നു. ആര്? ഉദ്യോഗസ്ഥരല്ല, ശബരിമലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ. ആ ആൾ എങ്ങനെ അവിടെ എത്തിയെന്നുള്ളതിനെക്കുറിച്ച് തർക്കം വന്നു. പിന്നെ ഒരുപാട് കഥകളുണ്ടല്ലോ. ആ കഥകൾ വന്നപ്പോൾ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ചു. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ കേരള പോലീസിലുള്ളവരാണ്. കാരണം കേരള പോലീസിലല്ലേ ഉള്ളവരല്ലേ ഹൈക്കോടതിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അന്ന് CPM പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കും, കൃത്യമായിരിക്കും. ഞങ്ങളുടെ പോലീസ് വെച്ചാൽ ഈ CPM-കാർ പറയുന്ന പോലെ അവർക്ക് കോടതിയും പോലീസും ഒക്കെ ഉണ്ടെന്ന് CPM-കാർ പറയാറുണ്ട്. ഹൈക്കോടതിക്കാണെങ്കിൽ കോടതി മാത്രമേ ഉള്ളൂ, ന്യായാധിപന്മാരുമുണ്ട്, പോലീസില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് പോലീസിലേക്ക് കൊടുത്തു. ആ പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവരും ഹൈക്കോടതിക്കൊപ്പം ഓടാൻ തുടങ്ങി. ഞങ്ങളും ഹൈക്കോടതി ഒന്നാണ് എന്ന രീതിയിലായി. എന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിൻ്റെ സത്ഫലങ്ങൾ, ഗുണഫലങ്ങളൊക്കെ വരുമ്പോൾ, നല്ല ഫലങ്ങൾ വരുമ്പോൾ അത് ഞങ്ങളും കൂടി കാരണമാണെന്ന് വരുത്താനായിട്ട് ഹൈക്കോടതിയൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. ആര്? CPM നേതാക്കൾ. അതിനുശേഷം ഹൈക്കോടതി ഇങ്ങനെ അറസ്റ്റ് വന്നപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ അറസ്റ്റ് കണ്ടില്ലേ, ഞങ്ങളെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പാർട്ടി പത്രം എന്താ എഴുതിയേ? കോൺഗ്രസ്സുകാർ അറസ്റ്റിൽ. അതാണ് രസം. അതായത് ഈ ശബരിമല വിഷയത്തിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാവരും CPM-മാരാ. പക്ഷേ പാർട്ടി പത്രത്തിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ നിന്നാണ് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയാം ഈ കോൺഗ്രസ് നേതാക്കളെയൊക്കെയാണ് ബന്ധപ്പെട്ട് മറ്റുള്ളവർ വരുന്നത് എന്നൊക്കെയാക്കി പാർട്ടി പത്രം.
അതായത് ഇവരെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ CPM ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആയുധം നുണയായുധമാക്കും. അവർ നുണയായുധമാക്കും. കാരണം ഒരു നുണ 10 വട്ടം വന്നങ്ങ് പറയും ചാനലിൽ, അപ്പം ജനങ്ങൾ വിശ്വസിക്കും. അപ്പം അങ്ങനെയാണ് ഈ കോൺഗ്രസ് നേതാക്കളായിട്ട് വന്നത്. എന്നിട്ട് വരെ പറഞ്ഞു INTUC-യുടെ, പക്ഷേ അനിൽ വിളയിലിനൊക്കെ അറിയാം, INTUC-യുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആണ് ഇതിലെ കേസിൽ അറസ്റ്റിലായ ബൈജു എന്ന് പറഞ്ഞു. ആലപ്പുഴ INTUC ജില്ലാ പ്രസിഡന്റ് പേര് ബൈജു എന്നാണ്, പക്ഷേ അത് G ബൈജു ആണ്. അറസ്റ്റിലായത് KS ബൈജു, KS ബൈജു ആണ്. G ബൈജു എന്ന് പറയുന്ന ആള് 2024 റിട്ടയർ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഇതോട്ട് ഒരു ബന്ധവും ഇല്ല. എന്നിട്ട് ആ ബൈജു ആണ് INTUC ജില്ലാ പ്രസിഡന്റാണ് പ്രതി എന്നിവർ ചാനൽ ചർച്ചകളിൽ പറഞ്ഞു, പത്രം എഴുതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, INTUC-യുടെ ജില്ലാ പ്രസിഡന്റിനെ ഒരു ബന്ധവുമില്ലാത്ത കേസിൽ പ്രതിയാക്കിയവർ പത്രം. അതാണ് CPM. എന്നിട്ട് അത് കുറേ കാലം നടന്നു, ഇങ്ങനെ ചാനലിൽ പറഞ്ഞു. പക്ഷെ ഇതൊന്നും ആരും അന്വേഷിക്കില്ലല്ലോ. INTUC ജില്ലാ പ്രസിഡന്റ് ആണോ ഈ ബൈജു എന്ന് ആരെങ്കിലും അന്വേഷിക്കുമോ? അവസാനത് പറയേണ്ടി വന്നു, എനിക്കടക്കം പറയേണ്ടി വന്നു, ആ ബൈജു അല്ല ഈ ബൈജു എന്ന്. INTUC ജില്ലാ പ്രസിഡന്റ് G ബൈജു ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ജന TV-യുടെ ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ എന്താ, ഞങ്ങളിതൊക്കെ എല്ലാവരും അറസ്റ്റിലാകുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞു എന്താ, ഹൈക്കോടതിയാണ് കാരണം. ഹൈക്കോടതി അപ്പോൾ കൃത്യമായിട്ടൊരു നിർദ്ദേശം കൊടുത്തു. എന്താ നിർദ്ദേശം? ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കേരള പോലീസിലുള്ളവരാണെങ്കിലും അവരുടെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മാത്രമേ നൽകാവൂ. അവർക്ക് ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനോടില്ല, പോലീസിനോടില്ല, ദേവസ്വം വകുപ്പ് മന്ത്രിയോടില്ല, ആരോടുമില്ല, ദേവസ്വം പോലീസ് മേധാവികളോടുമില്ല. അവർക്കുള്ള ഉത്തരവാദിത്തം കോടതിയോടാണ്. കൃത്യമായ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോഴും BJP-യും UDF-ഉം രണ്ട് കാര്യം പറഞ്ഞു. BJP പറഞ്ഞു CBI അന്വേഷിക്കണമെന്ന്, UDF-ഉം പറഞ്ഞു CBI അന്വേഷിക്കണം. പക്ഷേ UDF CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം വരെ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലേ അന്വേഷിക്കാവൂ എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് അന്തർ സംസ്ഥാന ബന്ധം വന്നു. കേരള, തമിഴ്നാട്, കർണാടക, ബോംബെ ഒക്കെ ബന്ധം വന്നു. ഇപ്പോൾ അന്തർദേശീയ ബന്ധവും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കോടതിയുടെ മേൽനോട്ടത്തിലെ കേന്ദ്ര ഏജൻസിയും അന്വേഷിക്കാവൂ എന്ന് വന്നു. എന്തായാലും കോടതി ഉള്ളതുകൊണ്ട് കൃഷ്ണരാജെ, അയ്യപ്പൻ്റെ സ്വർണം തിരിച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയവരെ പിടികൂടി. ആ കൊണ്ടുപോയവർ ഇനിയും അവരെന്തായാലും അറസ്റ്റിലാകുമ്പോൾ ഈ കേരളം ഭരിക്കുന്ന CPM എന്താ പറയുന്നത്, ഞങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പോലീസ് എന്ന് പറയുമ്പോൾ സ്വല്പം ലജ്ജ വേണ്ടേ? ഞങ്ങളുടെ പോലീസല്ല അറസ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ പോലീസിനെ കൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആ ജഡ്ജിമാർക്കാണ് നമ്മൾ പൂച്ചണ്ട് കൊടുക്കേണ്ടത്. ഹൈക്കോടതിക്ക് ദേവസ്വത്തിന് പ്രത്യേക ബെഞ്ചുണ്ട്. ആ ബെഞ്ച് ഗുരുവായൂരും ശബരിമലയും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ആ ജഡ്ജിമാർക്ക്, ആ കോടതി ബെഞ്ചിനാണ് നമ്മൾ ഈ ആശംസ കൊടുക്കേണ്ടത്, അല്ലാണ്ട് CPM-നല്ല. CPM-ൽ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്താ മിണ്ടാത്തേ? ഇത് ഗവൺമെൻറ്റിൻ്റെ നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ ഇവർ പറയും. ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമ്മൾ കാണുന്നില്ലല്ലോ? സാധാരണഗതിയിൽ ഇതിന് മുമ്പൊക്കെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇങ്ങനത്തെ വിഷയമൊക്കെ വരുമ്പോഴേ പത്രസമ്മേളനം വന്ന് ജനങ്ങളോട് കാര്യം പറയും, ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയും. ഇതെന്താ അവർ പറയാത്തത്? അപ്പോൾ അവരുടെ നേതാക്കളൊക്കെ ജയിലിലേക്ക് പോകുമ്പോൾ എങ്ങനെ പറയുമെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടി, ഞങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാസവനൊക്കെ എത്ര തവണയാണ് മന്ത്രി വാസവൻ കണ്ടില്ലേ, അറസ്റ്റ് കണ്ടില്ലേ, കൃത്യമായിട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്, ഈ ശബരിമലയിലത്തെ ഒരു തിക്കും തിരക്കൊക്കെ വന്ന് വല്ലാത്തൊരു ഒരു ഭയാനക അന്തരീക്ഷം ഉണ്ടായല്ലോ. അവിടുത്തെ പുതിയ പ്രസിഡന്റ് IAS ഉദ്യോഗസ്ഥനായ ജയകുമാർ അടക്കം തന്നെ പറഞ്ഞു ഇത് വല്ലാത്തൊരു ഭയമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞല്ലോ അന്ന് മന്ത്രിയെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഹൈക്കോടതി ഉത്തരവുള്ളതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റില്ലെന്ന ഉർവശീശാപ ഉപകാരം. കാരണം ഹൈക്കോടതിയിൽ അങ്ങനെ ഈ ഇലക്ഷൻ വന്നതുകൊണ്ട്, പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് ഇപ്പോൾ അവർ രക്ഷപ്പെട്ടു. അതാണ് സംഭവം. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നുകൊണ്ടാണ് ഈ കേസ് കൃത്യമായിട്ട് തെളിവ് പുറത്തു വന്നത്. അങ്ങനെ തെളിവ് പുറത്തു വന്ന് അറസ്റ്റിലായപ്പോഴാണ് CPM-ന്റെ തനിനിറം പുറത്തു വന്നത്. ഈ ഞങ്ങളുടെ പോലീസ് കൃത്യമായ വഴിക്കല്ല പോകുന്നതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നുണ്ട്. അതായത് നാളെ സമയപരിധി അവസാനിക്കാനിരിക്കെ ഇപ്പോഴും മുൻ ദേവസ്വം മന്ത്രിയുടെ പേരടക്കം പരാമർശിക്കപ്പെട്ട് കാണുന്നില്ല. അതൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടേക്കെത്താൻ വഴിയുണ്ടാക്കി കൊടുത്തിട്ടും, പത്മകുമാർ തന്നെ വഴിവെട്ടി കൊടുത്തിട്ടും അന്വേഷണ സംഘം കണ്ടില്ലെന്ന് നടിക്കുകയാണ്.